സന്ദീപ് വാര്യർ, ഇവിടെ ADGP MR അജിത് കുമാറിനെ പറ്റി PV അൻവർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒരു അധികാരപക്ഷ CPM-ൻ്റെ ഒരു MLA പറയുന്ന ആദ്യം പറഞ്ഞ കാര്യങ്ങൾ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒരു ക്രമസമാധാന ചുമതല കാത്തുസൂക്ഷിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരാൾ ക്രമസമാധാനത്തിൻ്റെ കൊലയാളിയാണ് എന്ന് പറയുകയായിരുന്നല്ലോ PV അൻവർ. അതിനുശേഷം ADGP ദത്താത്രേയ ഹോസാബിലെ പോയി കണ്ട കാര്യം പുറത്തേക്ക് വന്നു. ഒരു RSS മേധാവി പോയി കാണുന്നത് നിങ്ങൾക്കൊരു വലിയ പ്രശ്നം ഉണ്ടാവില്ല, പക്ഷേ CPM-നും CPM-ന്റെ രാഷ്ട്രീയത്തിനും അത് വലിയ പ്രശ്നമാണ്. ആ പ്രശ്നം അവിടെ നിൽക്കുമ്പോഴും എന്തുകൊണ്ടാകാം മുഖ്യമന്ത്രി MR അജിത് കുമാറിനെ ചേർത്ത് പിടിക്കുന്നത് എന്നാണ് BJP-യുടെ ഒരു തോന്നൽ. സന്ദീപ്, MR അജിത് കുമാറിനെതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആക്ഷേപങ്ങൾ അതീവ ഗൗരവമാണ്. കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് ഒരു ഇടതുപക്ഷ MLA-യുടെ ഭാഗത്തു നിന്നാണ്. ആ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം കൊലയാളിയാണ്, കള്ളക്കടത്തിൽ ബന്ധമുണ്ട്, സ്വർണ്ണക്കടത്തിൽ ബന്ധമുണ്ട്, അതുപോലെ തന്നെ അതിനേക്കാൾ ഗുരുതരമായിട്ട് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാക്കളുടെയും രാഷ്ട്രീയ എതിരാളികളുടെയും നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകരെയും ടെലിഫോൺ ചോർത്തുന്നു എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുകയും സംസ്ഥാനത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഉന്നതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ സംഭാഷണം പുറത്തുവിടുകയും ചെയ്തു. അതാണല്ലോ ഇന്ന് ബഹുമാനായിട്ടുള്ള ഗവർണർ കേരള സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് ഗുരുതരമായിട്ടുള്ള ആക്ഷേപമാണല്ലോ. സുപ്രീം കോടതിയുടെ നിയന്ത്രണങ്ങളുള്ള അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ചില നിയന്ത്രണങ്ങളുള്ള ഒരു കാര്യമാണ് ടെലിഫോൺ ചോർത്തൽ എന്ന് പറയുന്നത്. ചില അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ ടെലിഫോൺ ചോർത്തൽ നടത്തുന്നു, സ്പൈയിങ് നടത്തുന്നു എന്ന് പറയുന്നത് അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലായത് കൊണ്ടായിരിക്കണമല്ലോ കേരളത്തിൻ്റെ ഗവർണർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാവുക. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? എന്തുകൊണ്ടാണ് സർക്കാർ പ്രതികരിക്കാത്തത്? എനിക്ക് മനസ്സിലാകാത്തത്, ഈ പെഗാസസ് ഒക്കെ വന്നപ്പോൾ ഖണ്ഡശ വലിയ ചർച്ചകൾ നടത്തിയിട്ടുള്ള കേരളത്തിലെ മാധ്യമപ്രവർത്തകർ എന്താ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത്? അവരുടെ കൂടി ഫോൺ ചോർത്തുന്നു എന്നാണല്ലോ അൻവർ ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ളത്. ഒരാൾക്കും അക്കാര്യത്തിൽ ഒരു പരാതിയില്ലല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് ഉന്നയിക്കാത്തത്? അതിന് പകരം ഈ ചർച്ചയെ മുഴുവൻ ഡീവിയേറ്റ് ചെയ്ത് വിടാൻ വിടാൻ വേണ്ടിയിട്ടുള്ള ചില പരിശ്രമം നടക്കുന്നുണ്ട്. താങ്കളുടെ ഫേസ്ബുക്ക് നോക്കുമ്പോൾ താങ്കളുടെ നാട്ടിലെ ക്ഷേത്രോത്സവത്തിൽ താങ്കൾ മുഴുകി നിൽക്കാതെ കഴിഞ്ഞ ദിവസം, അതുകൊണ്ടാണ് നമ്മൾ ചർച്ച നടത്തി താങ്കൾ കാണാത്തതുകൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് പോയ ദിവസങ്ങളിൽ. സന്ദീപ്, അല്ല, ഞാൻ നിങ്ങളെ ചർച്ച കണ്ടിരുന്നില്ല. ഹാഷ്മി ഏതോ ചോദിക്കുന്നല്ല. ഹാഷ്മിയുടെ ഏതോ ഒരു ചർച്ചയിൽ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൊന്നും പ്രതികരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു കണ്ടു. പക്ഷെ എനിക്കറിയാമല്ലോ, എനിക്ക് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ നാടുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ചെത്തല്ലൂരിലെ ക്ഷേത്രോത്സവത്തിൽ താങ്കൾ അതീവ തിരക്കിലായത് കാരണം ചർച്ച കാണാതിരുന്നതാകാം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ പറഞ്ഞു പൂർത്തിയാക്കുള്ളൂ. അല്ല, ഞാൻ ഈ ചർച്ചയുടെ ക്ലിപ്പുകളൊക്കെ കണ്ടിരുന്നു. അതിലെവിടെയും ഇത്തരത്തിലുള്ള ഈ വിഷയം അത് അർഹിക്കുന്ന ഗൗരവത്തോട് ചർച്ച ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഈ പ്രധാനപ്പെട്ട വിഷയം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ ഈ ടെലിഫോൺ ചോർത്തൽ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തെ നിലനിൽക്കുന്ന നിയമങ്ങളെ മുഴുവൻ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തി ഈ അജിത് കുമാർ നേതൃത്വത്തിൽ നടന്നു എന്നൊരു ഇടതുപക്ഷ MLA ആക്ഷേപിച്ചിട്ടും അവർക്കാർക്കും അതുമായി ബന്ധപ്പെട്ട് വലിയ പരാതിയില്ലാത്തത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിന് പകരം ചർച്ച മുഴുവൻ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനും അതോടുകൂടി ഗവൺമെന്റിനെ ഇക്കാര്യത്തിൽ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ആസൂത്രിതമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല, CPM എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നുള്ളത്, അജിത് കുമാറിന്റെ കയ്യിൽ പിണറായി വിജയനെ കൊടുക്കാൻ പറ്റിയ ഏതെങ്കിലും വലിയ ബോംബുകളുണ്ടോ എന്ന ന്യായമായും സംശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിലുണ്ടാക്കും. അപ്പുറത്ത് അൻവറിനെ കൈവിടാൻ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? അൻവറിന്റെ കയ്യിൽ അതിനേക്കാൾ വലിയ മറ്റൊരു ബോംബുണ്ടാകാം. അപ്പൊ ഇത്തരം ചെകുത്താന്റെയും കടലിന്റെയും നടുക്ക് പെട്ടുപോയ സ്ഥിതിയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയാൽ അതിലെങ്ങനെ തെറ്റു പറയാൻ സാധിക്കും? ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയല്ലേ? ആക്ഷേപങ്ങളല്ലല്ലോ.